എന്തൊരു ശവ കൊണ്ടുവരുന്നത്, എന്താണ് ഈ വല കൊണ്ടുവരുന്നത്, ഇങ്ങോട്ട് അടുപ്പിക്കല്ലേ. ഈ ഒരു അവസ്ഥ നമുക്ക് എത്തിയാൽ എന്താണ് ഈ സംഭവിക്കുന്നത്? നമ്മളുടെ റൂഹിനാണ് ഈ സംഭവിക്കുന്നതെങ്കിൽ ഇതെന്താണ് ഈ സംഭവം? അടുപ്പിക്കല്ലേ അള്ളാഹുവിന്റെ മലക്കുകൾ മുഴുവൻ ആട്ടുന്നു. അങ്ങനെ ആകാശത്ത് ചെന്ന് തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇത് അതിനുള്ളതല്ല. ഇമ്മാതിരി ആത്മാക്കൾക്ക് തുറക്കപ്പെടുന്നതല്ല അള്ളാഹുവിന്റെ ആകാശം. പോയിക്കോളണം അവിടുന്ന്. ഇതാണ് കൽപ്പന കിട്ടുന്നത്. അള്ളാഹ് പറയുന്ന ഒരു കാര്യം ചെയ്യും. ആ പാതാള ലോകത്തിലെ സിജീൻ, ആ പാതാള ലോകത്തിലെ സിജീനിൽ ഇവൻ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയെന്നുള്ള ഇവന്റെ തമ്മാടിത്തങ്ങളൊക്കെ അവിടെ റെക്കോർഡാക്കി വെച്ചേക്ക്. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഭൂമിയുടെ അടിത്തട്ടിൽ എങ്ങോ കിടക്കുന്ന എവിടെയാ നമുക്ക് വരാനും കഴിയില്ല, ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാനും കഴിയില്ല. ഏതായിരുന്നാലും അങ്ങനെ ഒന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഖുർആനും പറയുന്നു. ആ സിജീനിൽ ഇവൻ എന്തൊക്കെയാ ചെയ്ത തമ്മാടിത്തങ്ങളും നല്ല സ്ഥലത്തൊന്നും എഴുതാൻ പറ്റൂല, നല്ല സ്ഥലത്ത് വെക്കാനും പറ്റില്ല, പ്രകടിപ്പിക്കാനും പറ്റൂല, പ്രദർശിപ്പിക്കാനും പറ്റില്ല. ആ പാതാള ലോകത്ത് അവിടെ കിടക്കട്ടെ. ഒരിക്കലും എടുത്ത് വിചാരണ ചെയ്യണം. അതിനിപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചേക്ക്. ആ സിജീനിലിട്ട് അവിടെ നേരത്തെ അവിടെ വെച്ചേക്ക് ഇവരെ അമലുകൾ, രേഖകൾ, റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നത് ഇവന്റെ റൂഹ് ആ ശരീരത്തിലേക്ക് തന്നെ മടക്കൂ. അതായത് ഈ ശരീരവുമായി ഒരു തരത്തിലുള്ള ബന്ധം സ്ഥാപിച്ച് അവിടെ നിർത്തൂ, വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് തുടർന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആട്ടി വിടുന്നു. ഈ ഒരവസ്ഥ ഇപ്പൊ വെയ്യൂർ ജയിലിലെ ഇരുട്ടറയിലേക്ക് ഒരു നേരം കൊണ്ടുപോയാൽ അവർ പിന്നെയും എന്തെങ്കിലും ആശ ഉണ്ടാകും. ഈ മനുഷ്യന് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ ഇവനുണ്ടോ? സിജീനിൽ ജീവിത റെക്കോർഡ് അവിടെ രേഖപ്പെടുത്തി വെക്കുന്നു. ഇനി അതെടുത്തുകൊണ്ട് വിചാരണയ്ക്ക് കുറെ കഴിഞ്ഞിട്ട് വിചാരണയ്ക്ക് വരാൻ പോകുന്നു. ഇവിടെ എവിടെയും നല്ല മലക്കുകൾ മുഴുവൻ ആട്ടി ഓടിക്കുന്നു. മറ്റവരാണെങ്കിൽ അടിച്ചടിച്ച് പുറത്ത് അവർക്ക് കയ്യിൽ വെക്കാൻ തൊടാൻ തന്നെ അറപ്പ് വരുന്നു. അള്ളാഹിന്റെ കൽപ്പന കിട്ടിയതോടുകൂടി ഒരൊറ്റ എൻ്റെ റൂഹിനെയാണ്, നിങ്ങളായതല്ല എൻ്റെ റൂഹിനെ. എങ്ങനെ ഇരിക്കും? ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വേണോ? നിങ്ങൾ ഇന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്ന, രൂപപ്പെടുത്താൻ സാധ്യമല്ല, എടുത്താതിരിക്കാൻ സാധ്യമല്ലാത്ത, നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഈ ആത്മാവ്, ഈ ആത്മാവിനെ നിങ്ങൾ ദുഷ്കൃത്യങ്ങൾ കൊണ്ട്, തെറ്റായ പ്രവൃത്തികൾ കൊണ്ട്, അള്ളാഹുക്കെതിരെ ജീവിച്ചുകൊണ്ട് ഈ രൂപത്തിൽ വികൃതമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂഹിനെ ഈ ശരീരത്തിൽ നിന്ന് ആ മലക്കുകൾ വന്ന് വിടർത്തുന്നത്, കൊണ്ടുപോകുന്നത് ഈ വിധത്തിലായിരിക്കും. ലോകത്തിലുള്ള സകലരും ശപിച്ചുകൊണ്ട്, ആരും തൊടാൻ ഇഷ്ടപ്പെടാതെ ഒരു പഞ്ചാക്കിലിട്ട് പൊതിഞ്ഞ് കഠിനമായ നാറ്റത്തോടുകൂടി പാതാള ലോകത്തേക്ക് വലിച്ചെറിയുന്നു. എന്നിട്ട് അവർ ഈ കബറുമായി ഒരു തരത്തിലുള്ള ബന്ധമുണ്ടാക്കുന്നു വേറെ ചില ആവശ്യങ്ങൾക്ക്. ഇങ്ങനെ നമ്മളുടെ റൂഹ് ആവണം എന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ സൂക്ഷിച്ചോളൂ, എന്ത് വേണമെന്ന് മനസ്സിലാക്കിക്കോളൂ, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചോളൂ, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലം ഈ ആത്മാവിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിച്ചോളൂ, എന്നിട്ട് വേണ്ടൊക്കെ ചെയ്തോളൂ. ഇത് മാത്രമേ രക്ഷയുള്ളൂ, വേറെ ആരും രക്ഷിക്കാനുണ്ടായില്ല. അതേ അവസരത്തിൽ ഈ ആത്മാവിനെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, അമലുസാലിഹ് കൊണ്ട് നന്നാക്കി വളർത്തിയിട്ടുള്ള, അല്ലാഹുവിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് അതിനെ ശുദ്ധമാക്കി വെച്ചിട്ടുള്ള മനുഷ്യൻ, ആ ആത്മാവിനെയോ അവരെ പിടിക്കാനും അതിനെ എടുക്കാനും വരുന്നത്, അതിനെ എടുക്കാനും പിടിക്കാനും ഒന്നും പറഞ്ഞുകൂടാ. ഹദീസിന്റെ ഭാഷയിൽ അതിനെ സ്വാഗതം ചെയ്യാൻ വരുന്നത് അല്ലാഹുവിന്റെ സുന്ദരന്മാരായ മലക്കുകൾ. ആ സൗന്ദര്യം പണ്ടത്തെ ഭാഷയിൽ വിവരിച്ചത് കമറിനേക്കാൾ ലംഘുന്ന, സൂര്യനേക്കാൾ പ്രകാശിക്കുന്ന മുഖങ്ങളുമായി അവരെ കാണുമ്പോഴേക്ക് സകലം മറന്ന് എന്തെന്നില്ലാത്ത സന്തോഷത്തിൽ ഈ ആത്മാവ് പെട്ടുപോകുന്നു. മലക്കുകളെ അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടുന്ന മലക്കുകൾ എത്ര നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1000 10,000 ഒന്നുമല്ല, എവിടൊക്കെ നോക്കിയാലും കാണുന്ന മലക്ക്, എങ്ങോട്ട് നോക്കിയാലും മലക്കുകൾ നിറഞ്ഞിരിക്കുന്നു. ഇവരുടെ മുഖങ്ങളാണ് പണ്ടത്തെ സാഹിത്യ ഭാഷയിൽ സൂര്യനേക്കാൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര പ്രകാശിതമായ മുഖങ്ങളോട് കൂടിയ സുന്ദരന്മാരായ മലക്കുകൾ, ആ മലക്കുകളെ കാണുമ്പോഴേക്ക് ആത്മാവിന് എന്തൊരു സന്ദേശം! അതും കേട്ട് വെള്ളം പാത്രത്തിൽ ഒഴുകിയ മാതിരി ഒഴുകി ഇങ്ങോട്ട് വരുന്നു. അസ്രായീൽ വന്ന് അങ്ങോട്ട് പോര്, സ്വാഗതം, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പോരൂ എന്നാണ് വിളി. സലാമുൻ അലൈക്കും യഖൂലൂന സലാമുൻ അലൈക്കും. ഇതാണ് സലാം പറഞ്ഞുകൊണ്ട് ഈ മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോരൂ എന്ന് പറയുന്നു. അതും കേട്ട് ഒഴുകി ഇങ്ങോട്ട് വരുന്നു. ഇവരിലുള്ള സ്വർഗീയ തൊഴിലാളികളിൽ അതിനെ പൊതിയുന്നു. എന്നിട്ട് അത് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു. വഴിക്കുള്ള സകല മലക്കുകൾ അതിലെ കൊണ്ടുപോയിക്കോളിയോ, ഇതിലെ കൊണ്ടുപോയിക്കോളിയോ, ഇതിലെ കൊണ്ടുപോയിക്കോളിയോ എന്നാവശ്യപ്പെടുന്നു.